നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ പ്രവേശന ഫീസിന്റെ കാര്യത്തിൽ സർക്കാരും മാനേജ്മെന്റുകളും തമ്മിൽ ധാരണയായിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായിരിക്കുന്നത്. സർക്കാരിന് പ്രവേശനാവകാശം നൽകുന്ന 50% സീറ്റുകളുടെ കാര്യത്തിലാണ് തർക്കമുണ്ടായിരുന്നത്. ആ സീറ്റുകളുടെ കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഫീസുകളിൽ ധാരണയായിരിക്കുന്നത്. ഇതുപ്രകാരം പുതിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പറയും പ്രകാരമാണ് മെഡിക്കൽ ഫീസുകളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. മെഡിക്കലിൽ 30% മെറിറ്റ് സീറ്റിന് നിലവിൽ 2.5 ലക്ഷം രൂപയാകും ഫീസ്. പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ്. കഴിഞ്ഞ വർഷം ഇത് 1.85 ലക്ഷം രൂപയായിരുന്നു. അതിലൊരു വർധന ഉണ്ടായിരിക്കുന്നു. ഒപ്പം 20% BPL SSC സീറ്റുകളിൽ 25,000 രൂപ ഫീസ് എന്ന് അത് തുടരാനും ധാരണയായി. അതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ഒപ്പം ഡെന്റലിലേക്ക് മാനേജ്മെന്റ് കോട്ടയിലെ 35% സീറ്റിൽ 11 ലക്ഷമായിരിക്കും ഫീസ്. കഴിഞ്ഞ വർഷം ഇത് 8.5 ലക്ഷമായിരുന്നു. NRI കോട്ടയിൽ 15 ലക്ഷമാണ് പഴയ ഫീസ്. ഇത് 12.5 ലക്ഷം. അതിലും വർധനയുണ്ടായിട്ടുണ്ട്. ഡെന്റൽ കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ 30% മെറിറ്റ് സീറ്റിൽ 2.1 ലക്ഷമായിരിക്കും ഫീസ്. പഴയത് ഇത് 1.75 ലക്ഷമായിരുന്നു. 6% BPL സീറ്റിൽ 23,000 എന്നുള്ള ഫീസ് തുടരാനും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ധാരണയായി. ഇതിലും മാറ്റം വേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. 14% സീറ്റിൽ 44,000 ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇത്രയും തീരുമാനങ്ങളാണ് ഉണ്ടായത്. ഒപ്പം മാനേജ്മെന്റ് കോട്ടയിൽ 5 ലക്ഷവും NRI സീറ്റിൽ 6 ലക്ഷവുമായി പുതിയ ഫീസ് നിജപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ. ഇതാണ് പുതിയ ധാരണ പ്രകാരമുള്ള ഫീസ് നിരക്ക്. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ ധാരണയും ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. തലവരിപ്പണം നേരിട്ട് വാങ്ങാനുള്ള അവസരമാണ് സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ വിഷയമാണ് ഡി ഫോക്കസ് ഇന്ന് പരിശോധിക്കുന്നത്. M. ഷാജർ ഖാൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് P. കൃഷ്ണദാസും ഒപ്പം MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറും ടെലിഫോൺ ലൈനിലെത്തും. ആദ്യം ശ്രീ ഷാജർ ഖാൻ, വലിയ ചർച്ചകൾ നടന്നു, ഹൈക്കോടതി ഇടപെട്ടു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. ആരാണ് ഒടുവിൽ വിജയിച്ചത്? സർക്കാർ എന്ത് കാരണം കൊണ്ടാണ് ഇത്രയധികം നീട്ടിയത്? ആ ഒരു നേട്ടത്തിലേക്ക് സർക്കാർ എത്തിയോ? ഒടുവിൽ എത്തിച്ചേർന്നത് ആരുടെ നേട്ടമായി വിലയിരുത്താം? അല്ല, ഇതിൽ പരാജയം സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനുമാണ്. വിജയം നേടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തന്നെയാണ്. കാരണം ഈ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകളും സർക്കാരും പിന്നെ ഈ മാനേജ്മെൻറ്റും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും ഫീസ് വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം 90കളുടെ ഒടുവിൽ യഥാർത്ഥത്തിൽ മെഡിക്കൽ ഫീസ് എന്ന് പറഞ്ഞാൽ 4,500 രൂപ, അവസാനം 6,000 രൂപയായിരുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. അത് പിന്നീട് 12,000 ഇപ്പോൾ 25,000 വർദ്ധിച്ചു. പക്ഷേ അതേസമയം സ്വാശ്രയം വന്നതിന് ശേഷം 2000 തുടക്കം മുതൽ അത് 25,000, 40,000, 60,000, 1 ലക്ഷത്തിന് അടുത്തായിരുന്നു. പിന്നെ അത് 1.5 ഇപ്പോൾ 2 ഇപ്പോൾ ഏറ്റവും അവസാനം 2.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ വർധനവിലൂടെ ഇവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോളേജിന് ഏകദേശം 1,75,00,000 രൂപ അധികമായി ഫീസ് ഇനത്തിൽ മാത്രം കിട്ടുകയാണ്. എന്ന് വെച്ചാൽ ഏകദേശം 2 കോടി രൂപ ഫീസ് ഇനത്തിൽ മാത്രം, തലവരിയിലേക്ക് ഞാൻ വരാം, കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ 16 മെഡിക്കൽ കോളേജുകൾക്കായി ഏകദേശം 32 കോടി രൂപയാണ് ഫീസ് വർധനവിലൂടെ മാത്രം ഈ അധ്യയന വർഷം LDF ഗവൺമെൻറ് ഇപ്പോൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, അധികമായി ലാഭം കൊള്ളയടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ചർച്ചകളുടെ തുടക്കം നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് തുടങ്ങുന്നത് ഇവിടെ മുഴുവൻ സീറ്റും ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന വിഷയത്തിലാണ്. പൂർണ്ണമായും മെറിറ്റ് ഞങ്ങൾ 100% സീറ്റിൽ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മെറിറ്റ് പാലിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളന്ന് ചൂണ്ടിക്കാണിച്ചു. ഇത് ഫീസ് വർദ്ധിപ്പിക്കാനും കൂടുതൽ കൊള്ള അടിക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കാനും മാനേജ്മെൻറ്റും ഈ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം, ആ കൂട്ടുകച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള നാടകത്തിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. അതിൽ ഇവർ ഈ 10%, 20% ഇതെല്ലാം ഒരു നെഗോസിയേഷനാണ്. അത് എത്രയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു മുൻകൂർ ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകീകൃത ഫീസിൻ്റെ വിഷയം പറഞ്ഞു. 4,40,000 രൂപയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ വാങ്ങുന്നത്. ആ ഫീസിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകരും ഇവിടുത്തെ വലിയ മാധ്യമങ്ങളും എല്ലാവരും കൂടി ഇടപെട്ടതിനെ തുടർന്നുണ്ടായ ഒരു സംവാദത്തെ തുടർന്ന് അവരതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പക്ഷേ 2.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് എത്ര വലിയ ഫീസാണ്. 8.5 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അത് 11 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ 12 ലക്ഷമായിരുന്നത് 15 ലക്ഷം രൂപയായി മെഡിക്കൽ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കോടിയുടെ അധികമായ ഒരു
വർധനവാണ് മാനേജ്മെൻറ്റുകൾക്ക് ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് വ്യത്യാസമാണുള്ളത്? കഴിഞ്ഞ ഗവൺമെൻറ് 3 വർഷത്തെ കരാറുണ്ടാക്കി മാനേജ്മെൻറ്റുകളുമായി എന്ന് നമ്മൾ പറഞ്ഞു, നമ്മളതിനെ വിമർശിച്ചു. തീർച്ചയായും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ ഈ വർഷവും മാനേജ്മെൻറ്റുകളും ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരമാണല്ലോ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കരാർ എന്ന് പറഞ്ഞാൽ ഫീസ് വർധനവാണ് എന്നായി തീർന്നിരിക്കുന്നു. എവിടെയാണ് മെറിറ്റ്? ഇപ്പോൾ 50% പിന്നെ ഗവൺമെൻറ് സീറ്റാണെന്ന് പറയുന്നു. പക്ഷെ ആ സീറ്റിൽ പോലും നമുക്കൊരു ഒരൊറ്റ ഫീസിൽ 25,000 രൂപ ഫീസിലെങ്കിലും പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. അതിൽ 1.85 ലക്ഷം വരെ വന്നു, അതുപോലും നിലനിർത്താൻ കഴിയുന്നില്ല എന്ന് വന്നാൽ വിജയിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റുമാണ്. അങ്ങനെ നോക്കിയാൽ പരാജയം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനുമാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടുകച്ചവടത്തിൻ്റെ ഇരകളുടെ എണ്ണം ഓരോ അധ്യയന വർഷവും വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു ദുരന്തഫലം നമ്മൾ വീണ്ടും കാണുകയാണ്. സ്വാശ്രയം എന്ന് പറയുന്ന വിദ്യാഭ്യാസ കച്ചവടത്തെ കൂടുതൽ ഉറപ്പിക്കാനും ആ അരിയിട്ട് വാഴ്ച മുന്നോട്ട് കൊണ്ടുപോകാനും LDFും UDFും മാറി സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം ഈ അധ്യയന വർഷവും. ശ്രീ ഷാജർഖാൻ, ഇപ്പോൾ നടന്ന ഈ ചർച്ചകളുടെയൊക്കെ ഒരു ആകത്തുക മെറിറ്റ് ഉൾപ്പെടെയുള്ള 80% സീറ്റിലും ഫീസ് വർധന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലേ? അതെ, മെറിറ്റ് ഉൾപ്പെടെ എല്ലാ സീറ്റിലും വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആകെ 20% ഈ SC ST BPL വിഭാഗങ്ങൾക്കുള്ള ഒരു കൺസെഷൻ, ഒരു ഔദാര്യം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഇപ്പം മെറിറ്റിൽ പഠിക്കുന്ന കുട്ടി 2.5 ലക്ഷം രൂപ കൊടുക്കണ്ടേ? ഇപ്പോൾ 1ാം റാങ്കിൽ വന്നാലും 2.5 ലക്ഷം രൂപ ഫീസ് മാത്രം കൊടുക്കണം എന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കൂടാതെ തലവരി വാങ്ങാനുള്ള അവസരം വന്നിരിക്കുന്നു. അത് ശരിയാണ്. പിന്നെ പല സീറ്റുകളിലും ഇതിനകം ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അവരുടെ കോളേജുകളിൽ നേരത്തെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നീറ്റിൽ നിന്ന് എടുക്കണമെന്ന് പറയുമ്പോഴും നീറ്റിൻ്റെ പട്ടികയിൽ ഉൾപ്പെടണം എന്ന് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ്, ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് എടുക്കുകയും അവിടെ പൂർണ്ണമായും മെറിറ്റ് പാലിക്കപ്പെടും എന്ന് യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല അവരവിടെ കോഴ വാങ്ങിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്, അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അതേ മാതൃകയിലാണ് MES ആണെങ്കിലും ശരി, മറ്റു കോളേജുകളാണെങ്കിലും ശരി വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ മെറിറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വീണ്ടും അട്ടിമറിക്കപ്പെടുകയാണ്. ഓരോ കരാറ് കഴിയുമ്പോഴും കരാറുകളിൽ നിന്ന് കരാറുകളിലേക്കുള്ള ഈ ചാട്ടം മെറിറ്റിൻ്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുന്നതും ഫീസ് വർദ്ധിപ്പിക്കുന്നതും കോഴ പല വാതിലുകളിലൂടെ വാങ്ങാൻ കോഴ നിരോധിച്ചിട്ടുണ്ട്. TMI ഫൗണ്ടേഷൻ കേസ് ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ എല്ലാ വിധികളിലും തലവരി പണം വാങ്ങാൻ പാടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും എല്ലാ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളും എല്ലാ സ്വാശ്രയ സ്ഥാപനങ്ങളും പല വാതിലുകളിലൂടെ കോഴ വാങ്ങുന്നത്. കോഴ മാത്രമല്ല, പലതരം ഫീസുകൾ വേറെ വാങ്ങുന്നുണ്ട്. വേറെ പല രൂപങ്ങളിൽ കൊള്ളയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എത്ര മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ വരുന്ന കുട്ടിക്കും ഈ ഉയർന്ന തുക കൊടുക്കാൻ കെട്ടിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം അപ്രാപ്യമാണ് എന്നല്ല ഇത് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ സാമൂഹ്യ നീതി എവിടെയാണ്? ഇപ്പോൾ നമ്മൾ സംവരണത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറയുന്നു, അതെല്ലാം വളരെ നിസ്സാരമായ സീറ്റുകളിൽ ഒതുങ്ങുകയാണ്. സംവരണം അല്ലെങ്കിൽ മറ്റ് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥാവിശേഷങ്ങൾ അതെല്ലാം എത്ര ശതമാനത്തിൽ ഒതുങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തേണ്ടതെന്നാണോ? അതിനെന്താണ്? റൈറ്റ്. ശ്രീ ഷാജർഖാൻ, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. SFIയുടെ സംസ്ഥാന സെക്രട്ടറി വിജിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിജിൻ, ഇടത് സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളിൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പോലും എതിർക്കേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും നടത്തിയ ചർച്ചയിൽ ധാരണയായിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയെ SFI എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നമ്മൾ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് എക്കാലത്ത് SFI എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടങ്ങളിലും ഏത് പ്രവേശനമായിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞ മെറിറ്റും സാമൂഹ്യ നീതിയും സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം പ്രവേശനം എന്നത് തന്നെയാണ്. ഇവിടെ ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തപ്പോൾ ഏകീകൃത ഫീസ് എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഞങ്ങൾ അതിനെ എതിർക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ ഉൾപ്പെടെയാണ് മാനേജ്മെന്റുകൾ കോടതിയെ സമീപിക്കുന്ന ഒരു നിലയുണ്ടായത്. ഈ സ്വാശ്രയമായി ബന്ധപ്പെട്ട് സ്വാശ്രയ വിഷയത്തിന്റെ ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ കോടതി അനുകൂലമായിട്ടുള്ള മാനേജ്മെന്റ് അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ ഇവിടെ പറഞ്ഞ എന്താ, ഇവിടെ മാനേജ്മെന്റുകൾ മുഴുവൻ സീറ്റിലേക്കും ഗവൺമെന്റ് പ്രവേശനം നടത്താമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും മാനേജ്മെന്റുകൾ പറഞ്ഞത് അങ്ങനെ വേണ്ടതില്ല, ഞങ്ങൾക്ക് സ്വമേധയാ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി തരണം എന്നാണ്. ഇവിടെ തലവരി പണം വാങ്ങിക്കുന്നതിന് കോഴ വാങ്ങിക്കുന്നതിന് തന്നെയാണ് മാനേജ്മെന്റ് ശ്രമം നടത്തുന്നത്.
കഴിഞ്ഞ വർഷങ്ങളിലും മുൻകാലങ്ങളിലുമെല്ലാം ഈ ഇവിടുത്തെ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. 2000 റാങ്ക് കിട്ടിയ കുട്ടിക്ക് മെഡിക്കൽ പ്രവേശനം കിട്ടുന്നില്ല. 8000, 9000, 10,000 റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് മെഡിക്കൽ പ്രവേശനം കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചു. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല, അത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരള സമൂഹത്തിന് ഒന്നായി തിരിച്ചറിഞ്ഞ കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ തലവരിപ്പണം ഇല്ലാതാക്കാനുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും തീർച്ചയായും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ധാരണയിൽ ഗവൺമെന്റുമായി എത്താൻ തയ്യാറാണ്. നിയമം എപ്പോഴും മാനേജ്മെന്റ് അനുകൂലമായി പോകുന്നു. ഇവിടെ സൂചിപ്പിച്ചു വെച്ച പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ കേസായാലും TMA പൈ കേസായാലും ഇസ്ലാമിക് കേസായാലും അതിലെല്ലാം വിദ്യാഭ്യാസം കച്ചവടമാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനും അപ്പുറം മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ വിധികളാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാനേജ്മെന്റുകൾ കോടതി ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നുകൊണ്ട് എന്തും ചെയ്യാമെന്ന രീതിയിലേക്കാണ് സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വർഷം തലവരിപ്പണം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്കും കടക്കുന്നില്ല ഉണ്ടാകരുത്. തലവരിപ്പണം വാങ്ങാൻ ഒരു ഘട്ടത്തിൽ പോലും SFI അനുവദിക്കില്ല. ഏറ്റവും ശക്തമായ സമരം കോഴ വാങ്ങിച്ചുകൊണ്ട് തലവരിപ്പണം വാങ്ങിച്ചുകൊണ്ട് മെഡിക്കൽ പ്രവേശനം നടത്താമെന്ന് ഏതെങ്കിലും മാനേജ്മെന്റുകൾ ധരിച്ചാൽ അതിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ SFI നടത്തും. അതിനെതിരെ സമരം SFI ആരംഭിക്കും. റൈറ്റ്. ശ്രീ വിജിൻ, താങ്കൾ അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. മറ്റതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചുവരാം. ചെറുയുടെ വേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. P. കൃഷ്ണദാസ്, സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ കൃഷ്ണദാസ്, നിരവധി ചർച്ചകൾ ഈ സർക്കാർ നടത്തി. നിങ്ങൾക്ക് അവസാനം കോടതിയിൽ പോകേണ്ടി വന്നു. അതിനുശേഷം നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. അപ്പോഴും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുകയായിരുന്നു എന്നാണ് നിങ്ങളുടെ അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞത്. ആ ഒരു നിലപാട് എന്തുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത്? ഈ ഉണ്ടാക്കിയ ധാരണയിലും കൃത്യമായൊരു സംതൃപ്തി നിങ്ങൾക്കില്ലേ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും ഈ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാരുമായി സഹകരിച്ചു പോവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. ഞങ്ങൾ 100% സംതൃപ്തരാണെന്ന് ഈ വേളയിൽ പറയാൻ കഴിയില്ല. കാരണം ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഈ സർക്കാരിനുണ്ട്. തീർച്ചയായും ഞങ്ങൾ വരും ദിവസങ്ങളിൽ സർക്കാരുമായി ചർച്ച ചെയ്ത് അതിനുള്ള ഒരു പുതിയ രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഈ വേളയിൽ എനിക്ക് പറയുവാനുള്ളത്, സർക്കാരുമായി സഹകരിച്ചു പോകുന്ന കോളേജുകൾ ഈ കേരളത്തിലെ 50% വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ്. ആ ഒരു കാര്യം വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ സർക്കാരോ സർക്കാരിന്റെ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഈ കോളേജുകളെ നോക്കിക്കാണാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ പറയുവാനുള്ളത്. ശ്രീ കൃഷ്ണദാസ്, അപ്പോഴും കണക്കിന്റെ കാര്യം നോക്കുമ്പോൾ 80% സീറ്റിലും ഫീസ് വർദ്ധിച്ചു ഈ ഒരു സർക്കാരുമായി ഉണ്ടാക്കിയ പുതിയ ധാരണ പ്രകാരം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയല്ലേ? ഫീസിനത്തിൽ മാത്രം 1 കോടിയിലധികം രൂപ ഒരു കോഴ്സിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നു. ഇത് മുന്നത്തെ ചർച്ചകളിലെല്ലാം ഞങ്ങൾ പറഞ്ഞതുപോലെ കേവലം 1 കോടി രൂപയുടെ ഒരു വർധനവ് കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് സുഖമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇതിന് നേരത്തെ എല്ലാം കണക്കുകളെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിമാസം ഏകദേശം 4.5 കോടി രൂപ മുതൽ 7 കോടി രൂപ വരെ ചെലവാണ് മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജുകളും നേരിടുന്നത്. അതിൽ കേവലം 1 കോടി രൂപ ഒരു വർഷത്തിൽ മൊത്തം അധികം കിട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഈ കോളേജുകളെ രക്ഷപ്പെടുത്തുന്ന തുല്യമായ ഒരു ഫീസ് അല്ല. മറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, സാമൂഹ്യ നീതിക്ക് അനിശ്ചിതമായി ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കാൻ ഈ കേരളത്തിൽ നിൽക്കുന്ന കോളേജുകളെ നൽകി ഞങ്ങൾ തയ്യാറായതാണ്. അതിന് മറ്റൊരു വ്യാഖ്യാനം നൽകേണ്ടതില്ല. ഞങ്ങൾ സാമ്പത്തികമായി ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഈ കേരളത്തിലെ കോളേജുകളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ യാതൊരു തർക്കവും വേണ്ട. അത് ഒരു വശത്ത് നിലനിൽക്കെ തന്നെയാണ് ഞങ്ങൾ സർക്കാരുമായി സഹകരിച്ചത്. പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യങ്ങൾ ഈ കോളേജുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറായത്. റൈറ്റ്. ശ്രീ ഷാജഹാൻ, അതാണ് ഇപ്പോഴും അവരുടെ നിലപാട്. ഇപ്പോഴുള്ള ഈ 1 കോടി രൂപ എന്നുള്ളത് നിലനിൽപ്പിന് ആവശ്യമായ തുകയൊന്നുമല്ല. സർക്കാരിന് മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു അവരെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. അല്ല, ഇപ്പം നിലവിൽ 5.5 കോടി രൂപയോളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് 1.5 കോടി കൂടി ഇപ്പോൾ ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 6-7 കോടി രൂപയോളം ഇപ്പോൾ ഫീസിനത്തിൽ മാത്രം വരികയാണ്. എന്ന് പറഞ്ഞാൽ അത് വൻ തുകയാണ്, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഇവർ പറയുന്ന കള്ളക്കണക്കുകൾ, ഇവർ ഇത്ര കോടി രൂപ വേണം എന്നൊക്കെ ഒരു കണക്ക് പറഞ്ഞല്ലോ, അതൊന്നും വാസ്തവമല്ല. നമ്മളതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പരിശോധിക്കണം. കൊള്ള ലാഭമാണ് മിക്കവാറും എല്ലാ സ്വാശ്രയ മാനേജ്മെൻറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വൻ ലാഭം ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ കണക്കുകൾ അവർ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റു രൂപങ്ങളിൽ
പല രൂപങ്ങളിൽ കുട്ടികളെ പിഴിയുന്നുണ്ട്. പല രൂപത്തിലുള്ള ഫീസ് മാത്രമല്ല, പല കാര്യങ്ങളുടെ പേരിൽ കുട്ടികളുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്, തലവരി വാങ്ങുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് അതിഭീകരമായൊരു സാഹചര്യമാണ് വാസ്തവത്തിൽ മെഡിക്കൽ രംഗത്തുള്ളത്. അപ്പോൾ അവിടെ നമ്മൾക്ക് അവരുടെ മാനേജ്മെൻറ്റുകളുടെ ലാഭത്തിൻ്റെ ഈ കച്ചവടം എന്ന നിലയ്ക്ക് കച്ചവടത്തിൻ്റെ ലാഭനഷ്ടങ്ങളാണുള്ളത്. അപ്പോൾ ആ കച്ചവടത്തിൽ ഒരു കൂട്ട് കച്ചവടമാക്കി അത് മാറ്റുകയും അതിൽ പങ്കാളിയാവുകയും അതിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടാക്കാം എന്ന് സർക്കാർ ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം മെഡിക്കൽ വിദ്യാഭ്യാസം എങ്ങനെ പൂർണ്ണമായും മെറിറ്റോറിയസ് ആക്കി നീതിപൂർവമാക്കി താങ്ങാനാവുന്ന ഒരു ഫീസിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത്. അപ്പോൾ അവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും എയ്ഡഡ് കോളേജുകളും എങ്ങനെയാണോ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതേ രൂപത്തിൽ പോകണം. ഇപ്പോൾ 25,000 രൂപയ്ക്കും പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മളിത് പറയുമ്പം 25,000 രൂപയ്ക്കും പഠിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ. അപ്പോൾ ഇവർക്ക് ഈ സാമൂഹ്യ സേവനമല്ല അവരുദ്ദേശിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. അവരിപ്പോൾ എത്ര കിട്ടിയാലും പോരാ എന്നാണ് പറയുന്നത്. ഇപ്പോൾ അഡീഷണലായി LDF ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഉയർന്ന ഫീസ് വാങ്ങാനുള്ള അവസരം കൊടുത്തപ്പോഴും അതും പോരാ, ഇനിയും വേണ്ടിവരും. പലതരം എന്തോ വാഗ്ദാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് അദ്ദേഹം പറഞ്ഞാൽ കൊള്ളാം. വേറെ എന്തൊക്കെയോ ചില വാഗ്ദാനങ്ങൾ ഈ രംഗത്ത് ഗവൺമെൻറ് ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതെല്ലാം അശുഭകരമായ കാര്യങ്ങളാണ്. എന്തായാലും ശുഭകരമായ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവിടെ ഇത് പരസ്യമായി ഉണ്ടാക്കുന്ന ധാരണകൾ, ഇത് കൂടാതെ രഹസ്യമായിട്ടുള്ള ഇടപാടുകളും വേറെ ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്തും അതുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 3 വർഷത്തേക്ക് കരാറുകൾ ഉണ്ടാക്കി കൊടുത്തതും പല രൂപത്തിൽ ഒരു അനാഥാവസ്ഥ ഉണ്ടാക്കി കൊടുത്തതും തോന്നിയപടി മാനേജ്മെൻറ്റുകൾക്ക് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതും എല്ലാം ഗവൺമെൻറ്റുകളുടെ ഈ വിഷയത്തിലുള്ള സമീപനമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ ആത്യന്തികമായി അതിൻ്റെ സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ, വിദ്യാഭ്യാസപരമായ പ്രത്യാഘാതങ്ങൾ, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടുന്നത്. ഇത്രയും വലിയ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലോ ആളുകൾ വിദ്യാഭ്യാസ വായ്പയെ ആശ്രയിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് പലരും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരം കോഴ്സുകൾ ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ വായ്പയും അതിൻ്റെ പലിശയും അതിൻ്റെ കൂട്ടുപലിശയും അടക്കം ഒരു വലിയ പ്രതിസന്ധി കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തമാണ്. ശ്രീ ഷാജഹാൻ, താങ്കളെ തിരിച്ചു വരാം. ശ്രീ വിജിൻ, ഇപ്പോൾ ഉണ്ടാക്കിയ ധാരണയിലും പല കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ കാര്യം, സർക്കാരും സ്വാശ്രയ മാനേജ്മെന്റുകളും ഒത്തുകളിക്കുകയായിരുന്നു ഈ ഫീസ് ഇത്തരത്തിൽ ഉയർത്താൻ. അത് കേരളത്തിലെ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഞാൻ അതിന് ഒരു പ്രതികരണം എന്ന രീതിയിലല്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്ന ഒരു മന്ത്രിസഭ കഴിഞ്ഞ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയുടെ കാലത്താണ് ഞങ്ങൾ ഏറ്റവും ശക്തമായ സമരം എടുത്തത്. കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇവിടെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടത്. ആ മെറിറ്റ് അട്ടിമറിക്കപ്പെടുകയും തോന്നും പോലെ പ്രവേശനം നടത്താനുള്ള എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് കഴിഞ്ഞൊരു ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകൾ പ്രത്യേകിച്ച് ഈ സ്വാശ്രയ പ്രവേശനം വരുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇല്ലെങ്കിൽ പോലും ഇതാ ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ്. ഈ ഗവൺമെന്റ് പറഞ്ഞ് പൂർണ്ണമായും മെറിറ്റ് പാലിച്ചുകൊണ്ട് പ്രവേശനം നടത്താം. ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് പ്രതിനിധി തയ്യാറായി മെറിറ്റ് എല്ലാവർക്കും വിദ്യാർത്ഥികളെ തരാം, അത് മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ടല്ലേ മാനേജ്മെന്റുകൾ കോടതിയിൽ പോയത്. പല കേസുകളും എടുത്ത് പരിശോധിച്ചാൽ കോടതികൾ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയും ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് ഒരു വിദ്യാഭ്യാസ സംഘടന എന്ന രീതിയിൽ. പക്ഷേ അതിലേക്കും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയെ വിമർശിക്കാനും ഞാൻ ഈ അവസരത്തിൽ നിൽക്കുന്നില്ല. പക്ഷേ ഇവിടെ മാനേജ്മെന്റുകൾ ധിക്കാരപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ധാരണകൾ ഒരു ധാരണക്കും ഞങ്ങൾ അനുവദിക്കില്ല. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ശക്തമായ സമരമെടുത്തു. പക്ഷേ ഇവിടെ രഹസ്യ ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇടത് ഗവൺമെന്റ് അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാകുമെന്നുള്ളത്. ഇവിടെ നിലക്ക് നിർത്താൻ വേണ്ടിയുള്ള നിലപാടുകളുമായി തന്നെയാണ് തുടക്കം മുതൽ മുന്നോട്ട് പോയത്. അതിനിടയിലാണ് കോടതിയെ സ്വാധീനിക്കുന്നതിൽ കോടതിയിൽ പോയി കേസ് അവർക്ക് അനുകൂലമായി വരുന്ന നിലയുണ്ടായത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പകൽ കൊള്ള തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 ദിവസം മുന്നെയാണ് എനിക്കൊരു സ്വകാര്യ വ്യക്തി ഒരു വീഡിയോ അയച്ചു തരുന്ന നിലയുണ്ടായി. അത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ NRI സീറ്റുമായി ബന്ധപ്പെട്ടാണ്. 4 കോടി രൂപ അവർ അതിന്റെ പ്രതിനിധി ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തരികയാണ്, അതിന്റെ വാർത്ത അയച്ചു തരികയാണ്. ഇവിടെ ഈ വർഷവും നടക്കാൻ വേണ്ടി പോകുന്ന പകൽക്കൊള്ള അതിന് ഞങ്ങൾ അനുവദിക്കില്ല. അതിൽ ഗവൺമെന്റും ശക്തമായി ഇടപെടേണ്ടതായി. വിജിൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ പെട്ടെന്ന് തിരിച്ചുവരാം. ശ്രീ ഷാജഹാൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും പുതിയതായി അധികാരത്തിലേറിയ സർക്കാർ കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുക്കേണ്ടിയിരുന്നില്ലേ? ഇതിപ്പോൾ പ്രവേശന നടപടികളടക്കം വൈകിപ്പിക്കുന്ന ഒരു സ്ഥിതിയല്ലേ ഉള്ളത്? അക്കാര്യത്തിൽ സർക്കാരിന് ഒരു മുന്നൊരുക്കമില്ലാതെ പോയി എന്നുള്ള വിമർശനം കേൾക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഒരു അവസാനത ഇല്ലായ്മ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് മാനേജ്മെൻറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ചില കരുനീക്കങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടത്.
അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആത്യന്തികമായി മാനേജ്മെൻറ്റുകൾക്ക് ഗുണമുണ്ടായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരിപ്പോൾ അവരുടെ സന്തോഷം രേഖപ്പെടുത്തുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, രാഷ്ട്രീയമായി ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യനീതിയെക്കുറിച്ച് ഇനിയും പ്രസംഗിക്കുന്നത് വാസ്തവത്തിൽ ആളുകളെ, ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ സാമൂഹ്യനീതിയും മെറിറ്റും ഇനി പ്രസംഗിക്കരുത്. അത് നടപ്പിലാക്കണമെങ്കിൽ ആദ്യം ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള കോളേജുകളിൽ, അറ്റ്ലീസ്റ്റ് നമ്മളുടെ പരിയാരം മെഡിക്കൽ കോളേജിലെങ്കിലും മെറിറ്റ് സ്ഥാപിക്കാനും അവിടെ ഇപ്പോൾ ഉള്ള സ്വാശ്രയ ഘടനയിലുള്ള ഫീസ്, സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ എങ്ങനെയാണോ ഫീസ് ഈടാക്കുന്നത് ആ രൂപത്തിലാണ് ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് സർക്കാരിൻ്റെ പൊതുഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കോളേജിൽ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞ UDF ഗവൺമെൻറ്, അതിനു മുമ്പുള്ള LDF ഗവൺമെൻറ്റും മാറി മാറി ഭരിച്ചിട്ടും അത് ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ ഒരു സ്വാശ്രയ ഘടനയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെറിറ്റിനെ കുറിച്ച് പറയുമ്പം എനിക്ക് SFI സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കണം എന്നുകൂടി ആവശ്യപ്പെടണം. ഏറ്റെടുത്തുകൊണ്ട് അവിടെയെങ്കിലും മെറിറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ സർക്കാർ കോളേജുകളിൽ എത്ര ഫീസിനാണ് പഠിപ്പിക്കുന്നത് ആ ഫീസിന് പഠിപ്പിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള മറ്റേ ഏത് എയ്ഡഡ് രംഗത്താണെങ്കിലും ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജുകളിലും ഈ പറയുന്ന ഫീസ് ഉറപ്പാക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം മാനേജ്മെൻറ്റുകളുടെ ഇനിയും അവർ പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കും. അപ്പോൾ ആ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ വേണ്ടി കുറുക്കുവഴികൾ അന്വേഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ UDF ഗവൺമെൻറ് കുറച്ചുകൂടി പരസ്യമായും പച്ചയായിട്ടും അവരുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ഇവർ കുറച്ചുകൂടി മറ്റു മാർഗങ്ങളിലൂടെ ചെയ്യുന്നു എന്ന വ്യത്യാസമേ കാണുന്നുള്ളൂ. അതല്ലാതെ അടിസ്ഥാനപരമായി ഈ സ്വാശ്രയ വിദ്യാഭ്യാസ കൂട്ടുകച്ചവടം എന്നുള്ള ഏർപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി, മൗലികമായി വ്യത്യസ്തമായ ഒരു നയസമീപനം കാണുന്നില്ല. വ്യക്തമാണ്. വളരെയധികം നന്ദി ഷാജഹാൻ. പി. കൃഷ്ണദാസ്, വിജിൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ഇന്നത്തെ ഡി ഫോക്കസ് സമാപിക്കുകയാണ്. ഇനി ഷോമോളുമായി NP ന്യൂസ് ചേരും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം.